അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ കർത്താവ് നമ്മെ ഒരു അത്ഭുതകരമായി കഴിഞ്ഞ രാത്രി മുഴുവൻ സൂക്ഷിച്ചു. പ്രഭാതം കാണുവാൻ സ്വർഗം നമുക്കിടയാക്കിയല്ലോ. കർത്താവ് പിന്നെയും നമ്മെ മാനിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. നമുക്കറിയാം, യേശു കർത്താവ് ആമേൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. കണ്ടോ? അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നിൽക്കുന്ന വ്യക്തി സ്വതന്ത്രന്മാരാകും. ആമേൻ. ഇന്ന് പകലിൽ വചനത്തിനകത്ത് വിശ്വസിക്കുന്ന, വചനം എന്നെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്ന ജനത്തെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് യേശുവിനോട്. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ആമേൻ, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നതെങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? യേശു പറയുന്ന വാക്കുകൾക്കെല്ലാം യഹൂദന്മാർക്ക് ഉത്തരമുണ്ട്. ആമേൻ. അവർ മനുഷ്യനെയാണ് കൂടുതൽ ആമേൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, നിങ്ങൾ വചനത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ആമേൻ. മനുഷ്യനിലല്ല വിശ്വസിക്കേണ്ടത്, പിന്നെ എവിടെയാ? വചനത്തിൽ. ഇന്ന് പകലിൽ ദൈവവചനത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൂത്. 2 യോഹന്നാൻ എഴുതിയ ലേഖനം, അതിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു അധ്യായമേ ഉള്ളൂ. അതിൽ കാണാൻ കഴിയുന്നത്, നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സത്യം അറിയുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല, സത്യത്തിൽ അറിയുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് എങ്ങനെയാണ് ആമേൻ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? ആമേൻ. യേശു തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ഈ 8-ാമത്തെ അധ്യായത്തിന് 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു തന്നെ പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ? യേശു പറയുന്നു, പിതാവിനെപ്പോഴും ഞാൻ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ആമേൻ, അത് വളരെ ശക്തമായി നമ്മൾ ചെയ്യണം. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഏൽപ്പിച്ചത് മനുഷ്യനെ നോക്കണ്ട, വ്യക്തികളെ നോക്കണ്ട, ആമേൻ, തകർച്ചകളെ നോക്കണ്ട. ദൈവം നമ്മെ ഏൽപ്പിച്ചത്, ആമേൻ, നാം ചെയ്യാൻ തയ്യാറാണെങ്കിൽ വഴികളും വാതിലുകളും തുറക്കാൻ ദൈവം സർവശക്തനാണ്. പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്തി കളയേണ്ട ചില ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. കണ്ടോ? അപ്പോൾ പിതാവ് പുത്രനിൽ കൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നമ്മുടെ രക്തം ചിന്തേണ്ട സ്ഥലത്ത് കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. അപ്പോൾ വീട്ടിൽ വസിക്കേണ്ട ആരാ? ആമേൻ. കർത്താവായ യേശുക്രിസ്തു വീട്ടിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ പ്രഭാതം ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷിക്തന്മാരെ, നമ്മൾ സ്വതന്ത്രന്മാരാണ്. പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യമില്ലാതായി പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും നമ്മൾ സ്വതന്ത്രന്മാരല്ല എന്ന് തോന്നുന്നു, അല്ലേ? പല ഭാഗങ്ങളിലും, പല സ്ഥലങ്ങളിലും, ജീവിതത്തിൻ്റെ പല മേഖലകളിലും. അതെന്താ അങ്ങനെ വന്നത് കണ്ടുപിടിക്കുക. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ആ സ്വാതന്ത്ര്യത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. അപ്പോസ്തലനായ പൗലൂസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ, ആമേൻ, 6-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലൂസ് വളരെ വ്യക്തമായി ഒരു ആമേൻ രേഖാചിത്രം വെളിപ്പെടുത്തുകയാണ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പറയുന്നത്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം പലപ്പോഴും സ്വതന്ത്രന്മാരാകാൻ പറ്റാതിരിക്കുന്നു. എവിടെയൊക്കെയോ ചില വേദനകൾ, ചില ബുദ്ധിമുട്ടുകൾ. 20-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരിക്കുമ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രന്മാർ ആയിരിക്കുന്നുവല്ലോ. സ്തോത്രം. എന്നാൽ 22-ാമത്തെ വാക്യം വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. സ്തോത്രം. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. അതിനപ്പുറം വേറൊന്നുമില്ല. ഈ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ലാസ്റ്റ് കിട്ടുന്നത് അന്ത്യം നിത്യജീവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ആമേൻ, ആദ്യമല്ല ദൈവം നോക്കുന്നത്, അവസാനമാണ്. ആമേൻ. ആദ്യത്തെ ചില പരിമിതികളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അന്ത്യം വളരെ മനോഹരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിന്തിക്കാറുണ്ടോ? ആമേൻ. നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, ഏതൊക്കെ തലത്തിലായിരിക്കും ചിന്തിക്കാറുണ്ടോ? എങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ചിന്തിക്ക്. സ്വർഗം നമ്മുടെ മധ്യത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന പ്രഭാതമാണ് ഈ പ്രഭാതം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 7-ാമത്തെ അധ്യായത്തിന് 22-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി, ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വാതന്ത്ര്യൻ ആകുന്നു. അങ്ങനെ തന്നെ സ്വാതന്ത്ര്യനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. ആമേൻ. അപ്പോൾ സ്വാതന്ത്ര്യനായി വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ ദാസൻ. ഹല്ലേലൂയ. പൗലോസ് ലീഗയുടെ ഓരോ വാക്കുകളും വളരെ ഘനമേറിയതാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ അതിശക്തമായി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നത് പോലെ, എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ മേഖലകൾ അസ്തമിച്ചതുപോലെ, അങ്ങനെ ഇന്ന് പകൽ, ആമേൻ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം വളരെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്.
സ്വാതന്ത്ര്യം ആമേൻ അറിയുകയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം സ്വാതന്ത്ര്യം നിങ്ങൾ അറിയണം. ആരിൽ കൂടെയാണ് സ്വാതന്ത്ര്യം? ആമേൻ. സ്വാതന്ത്ര്യം യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 3:17 ഗലാത്യർ 5:1 മുതൽ 13 വരെയും യാക്കോബ് 1:25 2:12 1 പത്രോസ് 2:16 ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്, ഒരു ആത്മീകന് ആവശ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞിരിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുന്നല്ലോ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ഇന്ന് പകലിൽ സത്യം യേശുക്രിസ്തുവിനെ ഒന്നുകൂടെ തിരിച്ചറിയുവാൻ ജനത്തെ ബലപ്പെടുത്തണം. കർത്താവിൻ്റെ മഹത്വം കൊണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.